ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം ഉപതെരഞ്ഞെടുപ്പ് വന്നാലും അതിനെ നേരിടാൻ BJP തയ്യാറെടുത്തു കഴിഞ്ഞു. ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇരു മുന്നണികൾക്കുമെതിരായിട്ടുള്ള ശക്തമായ അടിയൊഴുക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം രണ്ട് മുന്നണികളുടെയും അടിത്തറ ഇളകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു മൂന്നാം ബദലിനായിട്ട് കേരളത്തിൽ ജനങ്ങൾ ദാഹിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ 1% ആനുകൂല്യം പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള പ്രയോജനം, പ്രതിഫലനം BJP-ക്ക് അനുകൂലമായിട്ടാണ്, NDA-ക്ക് അനുകൂലമായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ സൂചന എന്നുള്ളത്. UDF-നും LDF-നും വോട്ട് കുറഞ്ഞ തെരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പാലക്കാട് മത്സരിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എത്രമാത്രം വാസ്തവം? അല്ല, ഇതൊക്കെ തീരുമാനിക്കാൻ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ഒരു വേവലാതിയും എന്തായാലും തൽക്കാലം മാധ്യമങ്ങൾക്ക് വേണ്ട. അല്ലേ, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും കൂടോത്രവും അതുപോലുള്ള നരബലിയും ഒക്കെ നടക്കുന്ന ഒരു നാടായിട്ട് കേരളത്തെ മാറ്റിയവരാണ് ഈ UDF-കാരും LDF-കാരും. ഇന്ത്യയിൽ എവിടെയെങ്കിലും നരബലി നടക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിലൊക്കെ കൂടോത്രം ചെയ്യുന്ന പതിവ് ഇപ്പോൾ കേരളത്തിൽ എങ്ങനെ വന്നു എന്നുള്ളത് അവരാണ് പരിശോധിക്കേണ്ടത്.